അച്ചാറുകൾ നമ്മൾ പലതരത്തിലുണ്ടാക്കും. പല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് അച്ചാർ ഉണ്ടാക്കും. ഇന്നത്തെ വീഡിയോയിൽ നാരങ്ങ വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ് ഞാൻ ചെയ്തത്. ഞാൻ മഹിമാസിമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ആദ്യം നമുക്ക് നാരങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ 4ആയിട്ട് കീറിയാണ് അച്ചാർ ഇടാറ്. അത് നമുക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. ഓരോ ഹാഫ് 4ആയിട്ട് കട്ട് ചെയ്തു. കുരുവെല്ലാം ഒന്ന് റിമൂവ് ചെയ്യുക. ഇതേപോലെ ഞാൻ ബാക്കിയുള്ളതും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 5 നാരങ്ങയാണ്, 5 വലിയ നാരങ്ങയാണ്. 250 ഗ്രാം വരും. വെയ് ചെയ്തെടുത്ത 250 ഗ്രാംസ് വരും. അടുത്തായിട്ട് നമുക്ക് ഈ നാരങ്ങ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ നാരങ്ങ നമ്മൾ ഉപ്പിട്ട് ഒരു ബോട്ടിലിൽ ഒരു 3-4 ദിവസം വെച്ച് കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ സ്റ്റീം ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പെട്ടെന്നൊരു അച്ചാറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് ബെറ്റർ. നമുക്ക് ഈ പാത്രത്തിലേക്ക് നാരങ്ങ ഒന്നിടാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഉപ്പൂടെ ചേർക്കും. ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 10 മിനിറ്റ് ആവിയിൽ വെക്കാം. ഒന്ന് സോഫ്റ്റ് ആവാനായിട്ടാണ്. ആവി വരാൻ തുടങ്ങി. നമുക്കിതിലേക്ക് വെക്കാം. എപ്പോഴും ഇത് അടച്ചു വെച്ച് വേണം സ്റ്റീം ചെയ്യാനായിട്ട്. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ സ്റ്റീം ചെയ്തെടുക്കുക. 10 മിനിറ്റോളം നമ്മൾ സ്റ്റീം ചെയ്തു. ഇനി ഓഫ് ചെയ്യാം. മാറ്റി വെക്കാം. നമ്മുടെ നാരങ്ങ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് അച്ചാറിൻ്റെ മസാല ഉണ്ടാക്കാം. അച്ചാർ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നല്ലത് നല്ലെണ്ണയാണ്. അച്ചാർ കേടുകൂടാണ്ടിരിക്കും. ഒരു 1/4 കപ്പ് നല്ലെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി. 1 ടീസ്പൂൺ കടുക് ഇടാം. കടുക് ഇട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു നല്ല ബിഗ് പിഞ്ച് ഉലുവ, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉണ്ടാവും സ്ലൈസ് ചെയ്തത്. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ഇടാം. 1 ടീസ്പൂൺ ഉണ്ട്, രണ്ടും കൂടെ 1 ടീസ്പൂൺ. തീ കുറച്ച് വെക്കുക. ഇതിലേക്ക് വേപ്പില, ചെറിയ പിടി വേപ്പിലയും കൂടെ ചേർക്കുക. ഇതിലേക്ക് ഇനി ഇതെല്ലാം ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പം നല്ല കൊഴുപ്പ് കിട്ടും, നല്ല നിറം കിട്ടും, വലിയ എരിവ് ഉണ്ടാകത്തില്ല. 2 ടേബിൾ സ്പൂൺ നിറച്ചിട്ടു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായം പൊടിച്ചത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാല നന്നായിട്ട് മൂക്കണം, പച്ചമണം ഫുള്ളായിട്ട് മാറണം. അപ്പം നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഈ അച്ചാർ തന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കുറച്ച് ദിവസം ഭരണിയിലോ അല്ലെങ്കിൽ കുപ്പിയിലോ ഒക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒട്ടും കയ്പും ഉണ്ടാകത്തില്ല. ലെമൺ നല്ലതായിട്ട് സോഫ്റ്റും ആവും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് നമുക്ക് പെട്ടെന്ന് സമയമില്ലാത്തപ്പോൾ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിലൊക്കെ ഈ രീതിയിൽ ചെയ്യാം. ആവി വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്തുള്ള ഈ വെള്ളം, ഇതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർക്കുക. ഇതിലേക്ക് 1/4 കപ്പ് വിനീഗറൂടെ ചേർക്കാം. അതിൻ്റെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഷുഗറൂടെ ചേർക്കാം. ഞാൻ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. അതിന് പകരം സാധാരണ പഞ്ചസാര ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജാഗറി ശർക്കര കുറച്ച് ഉപയോഗിക്കാം. 2.5 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തു. നാരങ്ങയുടെ കയ്പും ഉണ്ടല്ലോ, അപ്പോൾ ആ കയ്പും ഒക്കെ ഒന്ന് ബാലൻസ് ആവണമെങ്കിൽ നമുക്ക് കുറച്ച് ഷുഗർ ചേർത്താൽ അത് ബാലൻസ് ആയിട്ട് കിട്ടും. നല്ല ഒരു തിള വന്നു കഴിയുമ്പോൾ അത് ഓഫ് ചെയ്യാം.
ഇവിടെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. നല്ലൊരു തിള വന്നു, തിക്കായി. നോക്കിക്കഴിഞ്ഞാൽ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യുക. അപ്പോൾ ഈ മിക്സർ നന്നായിട്ട് ചൂടാറി, ചെറിയ ചൂടുണ്ട്, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ നാരങ്ങ ഇതിനകത്തേക്ക് ചേർക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് ഗ്രേവിയൊക്കെ വേണമെങ്കിൽ നമ്മൾ ആ വിനീഗർ ഒഴിക്കുന്ന കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് ബോയിൽ ചെയ്താൽ മതി. എൻ്റെ പരുവത്തിനുള്ള ഒരളവുണ്ട്, ഇത് ഗ്രേവിയൊക്കെ പാകത്തിനുണ്ട്. ഇത് ഫുള്ളായിട്ട് ചൂടാറിയ ശേഷം നമുക്കിത് ബോട്ടിലേക്ക് ആക്കാം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അച്ചാറിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പെർഫെക്റ്റ് കളറൊക്കെ ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പൊടിക്ക് ഉപ്പ് കുറവാണ്, അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യുവാണ്. അച്ചാറിൽ എപ്പോഴും ഉപ്പ് കുറച്ച് മുമ്പിൽ വേണം, അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. ഇരിക്കും തോറും ആ ലൈമിലേക്ക് നന്നായിട്ട് പിടിച്ച്, ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഷുഗറൊക്കെ ഇച്ചിരി മുമ്പിലായിട്ട് തോന്നും. ഇരിക്കും തോറും അത് പെർഫെക്റ്റ് ആയിക്കോളും. ഇതൊരു ബോട്ടിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ ലൈം പിക്കിൾ ഉണ്ടാക്കിയേക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഈ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അച്ചാർ സ്റ്റോർ ചെയ്യുമ്പോൾ ഗ്ലാസ് ബോട്ടിൽ സ്റ്റോർ ചെയ്യുക. എപ്പോഴും എണ്ണ തെളിഞ്ഞ് കിടക്കണം. നല്ലെണ്ണ തന്നെ ഉപയോഗിക്കുക. നല്ലെണ്ണ ആണെങ്കിൽ നമുക്ക് ഷെൽഫ് ലൈഫ് കൂടുതലുണ്ടാവും. അച്ചാർ നല്ലെണ്ണ ഇട്ടും വെളിച്ചെണ്ണ ഇട്ടും ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഇട്ടാണെങ്കിൽ എപ്പോഴും ഫ്രിഡ്ജ് വെക്കുന്നതാണ് സേഫ്. അപ്പോൾ ഈ അച്ചാർ പുറത്ത് തന്നെ കുറേ നാൾ 3-4 മാസത്തിൽ കൂടുതലൊക്കെ ഇരിക്കും. അപ്പോൾ എപ്പോഴും സെർവ് ചെയ്യുന്ന എപ്പോഴും 2 ആഴ്ച കഴിയുമ്പോഴേ സെർവ് ചെയ്യാവും. അതുവരെ ഇതിന് ചെറിയ കയ്പുണ്ടാവും. ആ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം നന്നായിട്ട് ഇൻഫ്യൂസ്ഡ് ആയി നല്ലൊരു ഫ്ലേവറിലുള്ള അച്ചാർ കിട്ടും. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.